ആക്സിയം 4 ദൗത്യസംഘത്തിന്റെ മടക്കയാത്ര തിങ്കളാഴ്ച. ഇന്ത്യൻ വ്യോമസേനാ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും സംഘവും തിങ്കളാഴ്ച ഭൂമിയിലേക്ക് യാത്ര തിരിക്കുമെന്ന് ISRO അറിയിച്ചു. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ആക്സിയം എക്സ്പെഡിഷൻ ദൗത്യത്തിലെ അംഗങ്ങൾ ബഹിരാകാശ നിലയത്തിൽ വിരുന്നൊരുക്കി അതിന്റെ ദൃശ്യങ്ങൾ ISRO പങ്കുവച്ചു. വിവരങ്ങളുമായി പ്രജിൻ സി കണ്ണനാണ് ചേരുന്നത്. പ്രജിൻ, അവിടെ നിന്ന് വരുന്ന കാഴ്ചകളെല്ലാം തന്നെ വളരെ കൗതുകകരവും ഒപ്പം തന്നെ നമ്മളെ ഓരോ സമയവും വിസ്മയിപ്പിക്കുന്നതുമാണ്. ഈ 14 ദിവസം തികയുമ്പോൾ അവർ തിരിച്ചു വരും. 14 ദിവസത്തെ ദൗത്യം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ദിവസം വന്നില്ല. ഇതിപ്പോൾ തിങ്കളാഴ്ച ഏതാണ്ട് വ്യക്തതയുണ്ടോ അന്ന് തന്നെയാണ് തിരിക്കുന്നതെന്ന്? തീർച്ചയായിട്ടും അത് ഇപ്പോൾ ISRO തന്നെ കൺഫേം ചെയ്യുന്നുണ്ട്, അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. മടക്കയാത്ര തിങ്കളാഴ്ച വൈകിട്ട് 4:35 തുടങ്ങും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. സ്മിത പറഞ്ഞതുപോലെ 14 ദിവസം നീണ്ട ദൗത്യം ഇന്നലെ പൂർത്തിയായതാണ്. ഇന്നലെ വൈകിട്ട് മടക്കയാത്ര ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചതെങ്കിലും പിന്നീട് ഒരു 4 ദിവസം കൂടി നീട്ടി നൽകുകയായിരുന്നു. അങ്ങനെ അത് സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ ദൗത്യങ്ങളിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ദൗത്യങ്ങളിൽ സംഘങ്ങൾക്ക് അങ്ങനെ എക്സ്ട്രാ ടൈം കൊടുക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില വളരെ രസകരമായ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ ശാസ്ത്രലോകം വലിയ ചർച്ചയാക്കുന്നത്. അതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്നലെ അവർ ഒരു ദൗത്യം പൂർത്തിയാക്കുന്നു. അവർ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു ബഹിരാകാശ നിലയത്തിൽ എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ പുതിയ വാർത്ത. അങ്ങനെ പറയാനുള്ള കാരണം അവിടെ ആക്സിയം 4 ദൗത്യ സംഘം മാത്രമല്ല ഉള്ളത്. എക്സ്പെഡീഷൻ 73 അല്ലെങ്കിൽ EXP 73 എന്ന് പറയുന്ന 7-അംഗ ദൗത്യ സംഘം കൂടി നേരത്തെ തന്നെ അവിടെ നിലയത്തിലുണ്ട്. അങ്ങനെ 11 പേർ കൂടി ഇന്നലെ അത്താഴ വിരുന്ന് അവിടെ സംഘടിപ്പിച്ചു. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എല്ലാവരും. നമ്മുടെ ശുഭാംശു ശുക്ല അടക്കമുള്ള ഈ 11 പേർ ചേർന്നാണ് ഈ അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചത്. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള വിഭവങ്ങളും ഭക്ഷണ വിഭവങ്ങളും ഒക്കെ ആ തീന്മേശയിൽ നിരത്തിയിട്ടുണ്ട്. അതൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ ആ ചിത്രങ്ങളൊക്കെ ISRO പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ പ്രധാനമന്ത്രിയുമായി ശുഭാംശു ശുക്ല സംസാരിച്ചപ്പോൾ നരേന്ദ്രമോദി ആദ്യം ചോദിച്ചത് ഈ ക്യാരറ്റ് ഹൽവയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുത്തോ എന്നതായിരുന്നു. അങ്ങനെ ആ ക്യാരറ്റ് ഹൽവ ഉൾപ്പെടെ നമുക്ക് ആ തീന്മേശയിൽ എടുത്തു കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ചിത്രമടക്കം ISRO ഇപ്പോൾ പങ്കുവച്ചിട്ടുമുണ്ട്. ഈ ജോണി കിം എന്ന് പറയുന്ന എക്സ്പെഡീഷൻ 73 ദൗത്യത്തിലെ ഒരു അംഗം പ്രത്യേകമായിട്ട് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എല്ലാം ചേർന്ന് മനുഷ്യത്വത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി ബഹിരാകാശ നിലയങ്ങളിൽ ഒത്തുകൂടുകയും അവിടെ ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്തത് ചരിത്രമാണ് എന്നൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഈ ദൗത്യ സംഘങ്ങൾ എല്ലാം തന്നെ. അവർ ഈ തിങ്കളാഴ്ച ഈ ആക്സിയം 4 സംഘം മടങ്ങി ഭൂമിയിലേക്ക് എത്താൻ പോവുകയാണ്. അതിനിടയിൽ മറ്റൊരു ക്രൂ ചേഞ്ച് കൂടി നടക്കും. ഈ എക്സ്പെഡീഷൻ 73 സംഘത്തിലെ 4 പേർക്ക് ഭൂമിയിലേക്ക് വൈകാതെ തിരികെ വരാൻ പറ്റും. അവർക്ക് പകരമായി 4 പേരെ ക്രൂ ഡ്രാഗൺ 11 എന്ന് പറയുന്ന സ്പേസ്എക്സിന്റെയും നാസയുടെയും സംയുക്ത ദൗത്യമാണ്. അതിലൂടെ 4 പേരെ പുതുതായിട്ട് വീണ്ടും അവിടത്തേക്ക് എത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ബഹിരാകാശ ശാസ്ത്ര ഗവേഷണ ദിനങ്ങളാണ് വരാൻ പോകുന്നത്. സ്മിത, അത് തന്നെയാണ്. അത് അത്രയും കൗതുകത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. നിർണായകമായ അടുത്ത ദൗത്യത്തിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നതും വലിയ ചരിത്രമാകാൻ പോകുന്നതാണ്. തിങ്കളാഴ്ചയാണ് അവരുടെ മടങ്ങിവരവ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നു എന്നാണ് പ്രജിൻ സി കണ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ കൊച്ചിയിൽ ഒരു പ്രതിഷേധം നടക്കും.